ഹലോ ഹായ് ഐ നോബഡി പൃഥ്വിരാജ് സുകുമാരൻ പാർവതി തിരുവോത്ത് പ്രധാന കഥാപാത്രങ്ങളായി വന്ന് നിസാം ബഷീർ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയായ ഐ നോബഡിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സമീർ അബ്ദുള്ളാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമ കാണാൻ പോകുമ്പോഴുണ്ടായിരുന്ന ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഡയറക്ടർ നിസാം ബഷീർ തന്നെയാണ്. കാരണം ഒരൊറ്റ സിനിമ കൊണ്ട് അദ്ദേഹത്തിന് പണി അറിയാവുന്ന ഒരു ഡയറക്ടറാണെന്ന് മനസ്സിലായതാണ് റോഷാക്ക് എന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രം. അപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ, മോശമാക്കില്ല എന്നുള്ളൊരു പ്രതീക്ഷ. ആ പ്രതീക്ഷ എങ്ങനെ വന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒരുപാട് കാസ്റ്റ് ഉണ്ട്. എന്താ പറയുക, ഹക്കീം ഷാ, മധുബാല്, അശോകൻ നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നു, ശങ്കർ രാമകൃഷ്ണൻ, പിന്നെ വിജയരാഘവൻ ഒരു ക്യാരക്ടർ ചെയ്യുന്നു, അങ്ങനെ നിശാന്ത് സാഗർ, അങ്ങനെ കുറേ കാസ്റ്റുള്ളൊരു സിനിമയാണ്. എടുത്തു പറയേണ്ട ഒരു പേര് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ജെയ്ക്സ് ബിജോയ്. അതൊരൊറ്റ പേര് മതിയല്ലോ ആ സിനിമനെ വേറൊരു തരത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാനുള്ള പരിപാടി പുള്ളി ചെയ്തിട്ടുണ്ട്. ക്യാമറ ചെയ്തിരിക്കുന്നത് ദിനേശ് പുരുഷോത്തമൻ, എഡിറ്റ് ചെയ്തിരിക്കുന്നത് രമീസ്. ടെക്നിക്കൽ സൈഡൊക്കെ കിടിലനായിട്ട് എല്ലാവരും വർക്ക് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രധാനപ്പെട്ട കാസ്റ്റ് മുതൽ ഏറ്റവും ചെറിയൊരു ക്യാരക്ടറിൽ വന്നിട്ടുള്ളവർ വരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടലി നോക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ ഫിലിം. പക്ഷേ സംതിങ് മിസ്സിങ്. അത് എന്താ സംഭവിച്ചാൽ സ്റ്റോറി വാസ് ഓക്കെ. ആ ഒരു മിസ്റ്ററി ഫീൽ ഉണ്ടല്ലോ, ആ മിസ്റ്ററി ഫീൽ കിടിലനായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സിനിമയിലേക്ക് ഇന്നാവാൻ പറ്റുന്നുണ്ട്. ഇന്നായി കഴിഞ്ഞ് ആ കഥാപാത്രങ്ങളുടെ കൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജീവൻ എന്ന് പറയുന്ന പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറും മീര എന്ന് പറയുന്ന പാർവതിയുടെ ക്യാരക്ടറും പിന്നെ കുറേ പോലീസുകാർ, പിന്നെ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന മറ്റ് കഥാപാത്രങ്ങൾ, അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ രസമായിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇന്നായി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് പുറത്തു പോകാതെ നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നമ്മളിതിങ്ങനെ തുടക്കം മുതൽ അവരെ ബിൽഡ് ചെയ്ത് ഒരു മിസ്റ്റോറിയസ് ഫീല് നമുക്ക് തരുന്നുണ്ട്. അതൊക്കെ കിടിലനായിരുന്നു. നമ്മളപ്പോൾ എന്തൊക്കെയോ സംതിങ് പരിപാടികൾ നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ. സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ ഈ സാധനം ഇതിങ്ങനെ കുറേ അങ്ങ് വലിഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ട്. കാരണം ഒരു പ്രധാനപ്പെട്ട സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് നായകൻ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു പരിപാടി കാണിക്കുന്ന സമയത്ത് ഇതിങ്ങനെ വലിഞ്ഞു പോകുന്നുണ്ട്. അത് കുറേയൊക്കെ കട്ട് ചെയ്ത് ക്ലിപ്സിയാക്കിയിരുന്നെങ്കിൽ ഇതൊരു 2.25 മണിക്കൂർ സിനിമയുണ്ട്. 2:48 മറ്റോ ഉണ്ട്. ശരിക്കും ഇത് കട്ട് ചെയ്ത് ഒരു 2:25 ആക്കാമായിരുന്നു ഏറ്റവും ചുരുങ്ങിയത്. കാരണം കുറേ സാധനങ്ങൾ ഫസ്റ്റ് ഹാഫിൽ നല്ല ത്രില്ലഡ് ആയിട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞാലും കുറേ സാധനങ്ങളൊക്കെ കട്ട് ചെയ്യാവുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫിലാണ് കുറേ സാധനങ്ങൾ കൂടുതൽ കട്ട് ചെയ്യാനുള്ളത്. പ്ലെയിൻ ആയിപ്പോയ ഒരു ക്ലൈമാക്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇവർ ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു പരിപാടി അങ്ങനെയാണ്. അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നമുക്ക് നല്ല എൻഗേജഡ് ആയിട്ട് നമ്മളിരുന്ന് കണ്ട് സെക്കൻഡ് ഹാഫിലോട്ട് വന്ന് ക്ലൈമാക്സിലോട്ട് എത്തുമ്പോൾ ഇത് പറയാനാണോ എന്ന് നമുക്കൊന്ന് തോന്നിപ്പോകുന്ന ഒരു ഒരു ഇത്തിരി പ്ലെയിനായി പോകുന്നുണ്ട്. പക്ഷേ ടോട്ടൽ സിനിമ നോക്കുമ്പോൾ ഇറ്റ്സ് ഗുഡ് ഫിലിം. കഥയിൽ വന്നേക്കുന്ന കുറച്ച് സാധനങ്ങളും അത് എക്സിക്യൂട്ട് ചെയ്തപ്പോഴുള്ള കുറച്ച് വലിച്ചു പോകുന്ന കുറച്ച് സാധനങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നല്ലൊരു സിനിമയായിട്ട് നമുക്ക് ഒരു തവണ തിയേറ്ററിൽ കാണാവുന്ന ഒരു സിനിമയുണ്ട്. അത് ടോട്ടലി നോക്കുമ്പോൾ ലാഗാണെന്ന് ലാഗ് ലാഗെന്ന് പറയാൻ പറ്റൂല. കാരണം അവർ കഥ പറയുന്ന രീതി അടിപൊളിയായിട്ടുണ്ട്. ആ കാര്യമായ ലാഗില്ലാതെ അവർ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന സംതിങ് മിസ്സിങ്, നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നിട്ട് അത് പ്ലെയിൻ ആയി പോകുന്ന ഒരു ക്ലൈമാക്സ് ആയതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്. പിന്നെ ജെയ്ക്സ് ബിജോയുടെ കാര്യം എടുത്തു പറയണം. ഗംഭീരമായിട്ട് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്. സൈലൻസിനുണ്ടല്ലോ, സൈലൻസിൻ്റെ ഭംഗി, അത് അത് അത്രയും നേരം അയാൾ ട്രാക്ക് ചെയ്ത് വെച്ചിട്ട് സൈലൻസ് വരണ്ട കൊടുത്ത് ആ സൈലൻസ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും. എനിക്ക് അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായിട്ടുള്ളത്. അത് ജെയ്ക്സ് ബിജോയ് കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സിത്താരയുടെ ഒരു സോങ് വരുന്നുണ്ട്. അത് കറക്റ്റ് സ്ഥലത്തായിട്ട് തോന്നിയിട്ടുണ്ട്. ക്ലൈമാക്സിലൊരു ഒരു ഒരു രസമുള്ളൊരു പാട്ടും വന്നിട്ടുണ്ട്. അത് രണ്ടും എനിക്ക് ഗംഭീരമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും അവസാനത്തെ ടെയിൽ എൻഡിൽ സമയത്ത് കുട്ടിയും പാരൻറ്റും തമ്മിലുള്ള ഒരു സാധനം കാണിച്ചത്, ഒരു ഫീൽ ഗുഡ് പരിപാടി, അത് എനിക്ക് ഭയങ്കര വർക്കായിട്ട്, സ്പോയിലറൊന്നുമല്ല, അതെനിക്ക് നന്നായിട്ട് വർക്കായിട്ടോ. ക്ലൈമാക്സ് പ്ലെയിനായി പോയെന്ന് പറഞ്ഞാൽ പോലും അതെനിക്ക് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പൃഥ്വിരാജ് കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രോങ്ങസ്റ്റ് ഏരിയ ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഇങ്ങനെ ഒരു പരിപാടി കിടിലനായിട്ട് അദ്ദേഹം ചെയ്യും. എന്താ പറയുക, ഒരു ഹെവി മാസ് കൊടുക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് പുള്ളിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആർട്ടിഫിഷ്യൽ സാധനങ്ങൾ നമുക്ക് ഒരു കല്ലുകടിയായിട്ട് തോന്നാറ്. ഇത് കലക്കൻ, അത് കറക്റ്റ് മീറ്ററായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ പാർവതി തിരുവോത്ത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സേഫ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ കൂടിയാണ് പാർവതിയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരു പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷേ ഉള്ള സാധനം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 മക്കൾ, ഇളയ കുട്ടിയും മൂത്ത കുട്ടിയും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, ഇളയ കുട്ടി എസ്പെഷ്യലി. പിന്നെ പറയേണ്ടത് ഹക്കീം ഷായും അതുപോലെ തന്നെ അശോകൻ.
കിടിലനായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഹക്കീം ഷാ. ഹക്കീം ഷാ കുറേ ഏരിയയിൽ ഹക്കീം ഷാ തന്നെ കൊണ്ടുപോകുന്നുണ്ട് കഥ. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. സ്പോയിലർ ആക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അശോകൻ വന്നിട്ട് അശോകൻ്റേത് ബാക്കി മാറ്റുന്നുണ്ട്. ആ ഒരു ക്യാരക്ടറിൻ്റെ പരിപാടി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, കുറേ ബഡ്ജറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു സിനിമയ്ക്ക്. കാരണം ഒരുപാട് ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ആള് കൂടുന്നിടത്താണ് എല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഷോപ്പിംഗ് കോംപ്ലക്സ് ആയിക്കോട്ടെ, നട റോട്ടിലായിക്കോട്ടെ, സിഗ്നൽ എല്ലാ സ്ഥലത്തും. അതൊക്കെ അവരെങ്ങനെ ഷൂട്ട് ചെയ്തു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പൃഥ്വിരാജിനെ പോലുള്ളൊരു ഒരു ഹെവി സ്റ്റാറായിട്ട് നിൽക്കുന്ന ഒരാൾ വെച്ച് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവർ ഗംഭീരമായിട്ട്, അതാണ് നിസാം ബഷീർ എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ ഒരു മികവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ഏരിയകളൊക്കെ അത് വേണം. അത് ആ സിനിമയ്ക്ക് വേണ്ടതായിട്ടുള്ളതുകൊണ്ടാണ് അവർ ഔട്ട്ഡോർ അത്രയും റിസ്ക് എടുത്ത് ഷൂട്ട് ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. സോക്കെ ഫിലിം, എന്നാൽ സംതിങ് മിസ്സിംഗ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ വൺ ടൈം വാച്ചബിൾ ആണ്. നമുക്ക് തിയേറ്ററിൽ ബോറടിക്കാതെ കാണാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.